ഡൗട്ടിനെ ഒരു സക്സസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് കഴിയുമോ? ശരിക്കും പറഞ്ഞാൽ ഡൗട്ടിലൂടെയും നമുക്ക് സക്സസ് നേടിയെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ. മൈസെൽഫ് റിനു ജയപ്രകാശ്, ഐ എം എ ഹാപ്പിനെസ് മൈൻഡ് സെറ്റ് കോച്ച്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ പല പുസ്തകത്തിൽ നിന്നും വായിച്ചിട്ടുണ്ടായിരിക്കാം. ശരിക്കും ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ്, ഫോർ എക്സാമ്പിൾ, ഇപ്പം സബ് കോൺഷ്യസ് മൈൻഡിനെ ഒരു കമ്പ്യൂട്ടറായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പം കമ്പ്യൂട്ടറിൽ ഡെഫിനറ്റ്ലി ദർ ആർ എ ലോട്ട് ഓഫ് ഫയൽസ് അല്ലേ. അപ്പം നമ്മുടെ ലൈഫിലും അതുപോലെ തന്നെയാണ്. നമ്മുടെ ലൈഫിലെ പല ഏരിയാസ് എടുത്തു കഴിഞ്ഞാൽ ആ ഓരോ ഏരിയാസും ശരിക്കും പറഞ്ഞാൽ ഓരോ ഫയൽസായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡായ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിരിക്കുന്നതായി ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ലൈക്ക് ഇപ്പോൾ നമ്മുടെ ഒരു കരിയർ എടുത്തു കഴിഞ്ഞാൽ മേ ബി കരിയറിൽ നമുക്ക് കുറേ ആശങ്കകളുണ്ട്. ലൈക്ക് എൻ്റെ കരിയർ ഒട്ടും സക്സസ്ഫുൾ അല്ല, ഞാൻ ഒട്ടും സക്സസ്ഫുൾ ആകത്തില്ല കരിയറിൽ. അപ്പം അങ്ങനെ ഒരു ഫയൽ ഡെഫിനറ്റ്ലി ജനറേറ്റ് ആവുന്നുണ്ട്. ഇപ്പം ഹാപ്പിനെസ് എന്നൊരു എടുത്തു കഴിഞ്ഞാൽ, ഹാപ്പിനെസ് എന്നൊരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും ഹാപ്പി അല്ല, അങ്ങനെയൊക്കെയാണോ ഉള്ള ചിന്തകളെങ്കിൽ അങ്ങനെ ഒരു ഫയൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് എന്നോട് ആർക്കും ഒരു സ്നേഹമില്ല, ഞാൻ എൻ്റെ റിലേഷൻഷിപ്സ് ഒന്നും പെർഫെക്റ്റ് ആകുന്നതേ ഇല്ല. അപ്പം റിലേഷൻഷിപ്പിനെ റിഗാർഡ് ചെയ്തിട്ട് വേറൊരു ഫയൽ ആക്ച്വലി ഈസ് ബീങ് ക്രിയേറ്റഡ് ഇൻ ആ സബ് കോൺഷ്യസ് മൈൻഡ്. ഇനിയിപ്പം നമ്മുടെ മണി ഏരിയ എടുത്തു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഒത്തിരി ചിന്തകളുണ്ട് അല്ലേ. എൻ്റെ കയ്യിൽ പണം നിൽക്കത്തില്ല, ഞാൻ ഒട്ടും പണക്കാരനല്ല അല്ലെങ്കിൽ പണക്കാരിയല്ല എന്നൊക്കെയുള്ള ചിന്തകൾ. ഇതെല്ലാം വേറൊരു ഫയലായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഫോം ചെയ്തിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ പല മോട്ടിവേഷണൽ ടോക്സിലൊക്കെ കേൾക്കുന്നത് അഫർമേഷൻസ് പറഞ്ഞാൽ വളരെ ഇഫക്റ്റീവാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം വി ആർ ബീങ് വി ഹാവ് എ തോട്ട് നമുക്ക് അഫർമേഷൻസ് പറഞ്ഞു നോക്കാം. അങ്ങനെ ഓൾ ഓഫ് എ സഡൻ നമ്മൾ പറയുകയാണ് മൈ ലൈഫ് ഈസ് വണ്ടർഫുൾ ഇനഫ്. അപ്പോഴത്തേക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വിചാരിക്കും ഈ ഫയൽ എവിടെ കൊണ്ടിടും. ബിക്കോസ് ഇപ്പം നമുക്ക് ഉണ്ടായിരിക്കുന്ന ഫയൽസ് എല്ലാം നമ്മുടെ കമ്പ്യൂട്ടറിൽ, അതായത് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഫയൽസിനെല്ലാം ഒരു നെഗറ്റീവ് പാറ്റേൺ ആണ്. ഓൾ ഓഫ് എ സഡൻ യു ആർ ടെല്ലിങ് ഞാൻ മൈ ലൈഫ് ഈസ് വണ്ടർഫുൾ ഇനഫ്. ഇനി ഈ ഇത് എവിടെ കൊണ്ടിടും, ഇത് എവിടെയും മാച്ച് ആവുന്നില്ല. ഏതെങ്കിലും ഒരു ഫയലിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട് അത് മാച്ച് ആകുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോഴത്തേക്കാണ് ഒരു ഡൗട്ട് ജനറേറ്റ് ചെയ്യുന്നത്, ഇതെനിക്ക് സ്യൂട്ടബിൾ ആണോ, എൻ്റെ ഐഡൻറ്റിറ്റിക്ക് സ്യൂട്ടബിൾ ആണോ എന്നുള്ളത്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നെഗറ്റീവ് പാറ്റേണിലോട്ട് പിന്നെയും പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു ഡൗട്ടിനെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ കാണാം. ഒന്നെന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് റിയാക്ട് ചെയ്യുന്നത് രണ്ട് രീതിയിൽ റിയാക്ട് ചെയ്യാം. ഒരു രീതി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ യൂഷ്വൽ മാനർ. അതായത് ഇങ്ങനൊരു ഡൗട്ട് വരുമ്പോൾ സോറി, ഇത് എൻ്റെ പാറ്റേൺ അല്ല, ഇതൊന്നും എന്നെക്കൊണ്ട് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് നമുക്ക് തിരിച്ചു ഉൾവലിയാം, നമ്മുടെ പഴയ പാറ്റേണിലോട്ട് പോകാം. രണ്ടാമത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് യു ക്യാൻ ഡു എസ് അതായത് താങ്ക് യു നമുക്ക് പറയാം. ആ ഡൗട്ടിനോട് തന്നെ നമുക്ക് താങ്ക് യു പറഞ്ഞിട്ട് നമുക്ക് പറയാം, മറ്റേതെല്ലാം എൻ്റെ പഴയ പാറ്റേൺ ആണ്, ഇത് എൻ്റെ പുതിയ പാറ്റേൺ ആണ്, ഇത് എന്നെ റിമൈൻഡ് ചെയ്തത് ഐ എം റിയലി താങ്ക്ഫുൾ ഫോർ ദാറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ആ ഒരു പുതിയ പാറ്റേണിലോട്ട് പുതിയൊരു ഫയൽ സ്റ്റാർട്ട് ചെയ്ത് ഇനി എൻ്റെ പുതിയ ഫയലിൽ ഡെഫിനറ്റ്ലി പുതിയ പോസിറ്റീവ് അഫർമേഷൻസ് നമുക്ക് നൽകാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഈ ഡൗട്ടിനെ ഒരു സക്സസ്സിലോട്ട് കൺവേർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ദി വീഡിയോ ആൻഡ് പ്രസ് ദി ബെൽ ഐക്കൺ. എൻ്റെ നെക്സ്റ്റ് ബാച്ച് ഹാപ്പിനെസ് ക്ലാസ്സസ്, ബേസിക് ഹാപ്പിനെസ് ക്ലാസ്സസിൻ്റെ നെക്സ്റ്റ് ബാച്ച് എന്നാ തുടങ്ങുന്നതെന്ന് പറഞ്ഞ് ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ട്. എൻ്റെ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 1 അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഡെഫിനറ്റ്ലി ഡീറ്റെയിൽസ് ആർ സ്പെസിഫൈഡ് ഇൻ ദി ഡിസ്ക്രിപ്ഷൻ ബോക്സ്. അതിൽ നോക്കിയിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. താങ്ക് യു.